ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 119 സങ്കീർത്തനം 24 തിരുവചനം. അവിടുത്തെ കൽപ്പനകളിലാണ് എൻ്റെ ആനന്ദം. സങ്കീർത്തകൻ മനസ്സ് തുറന്ന് തൻ്റെ ആനന്ദത്തിൻ്റെ രഹസ്യം എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനങ്ങളിലാണ് എൻ്റെ ആനന്ദം. എത്ര മഹത്തരമായ കാര്യമാണിത്! കർത്താവിൻ്റെ വചനത്തിൽ ആരെല്ലാം ആനന്ദം കണ്ടെത്തുന്നുവോ അവർക്കൊരു നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. ഈ ലോകത്തിന് നശ്വരമായ സുഖങ്ങളിലും ഇമ്പങ്ങളിലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അപകടങ്ങളായി, കെണികളായി, നാശമായി തീരുമെന്ന് കർത്താവിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുക. കർത്താവിൻ്റെ വചനത്തിലുള്ള ആനന്ദം, കർത്താവിൻ്റെ വചനത്തിലുള്ള വിശ്രമം, കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്ന അഭിഷേകം, ഇതിന് വലിയ പവറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനം ഉണ്ടാകട്ടെ. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ വികാരങ്ങളല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനത്തിൻ്റെ കൃപയെ സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് ഏവർക്കും പ്രവേശിക്കാം. നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മഹാമാരിയുടെ നാളുകളിൽ ഏകദേശം 1.5 വർഷത്തോളമായി നമ്മൾ ഈ പകർച്ചവ്യാധി മൂലം നട്ടം തിരിയുകയാണ്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ വിശ്വസ്തയോടെ പരിപാലിക്കുവാൻ, കാക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. ഈ ആഴമേറിയ വിശ്വാസത്താൽ കർത്താവിനെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മളെ ഭാരപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളും, നൊമ്പരങ്ങളും, വേദനകളും, നമ്മുടെ ഹൃദയത്തിന് നിരവധിയായിട്ടുള്ള ആശങ്കകളെല്ലാം പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, മാനസാന്തരങ്ങൾ നൽകണമേ, ദൈവവചനത്തോടുള്ള ഹൃദയത്തുറവി നൽകണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, ദേശങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, ലോകരാജ്യങ്ങളിലേക്ക് വരണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ, പഞ്ചഭൂഖണ്ഡങ്ങളിലേക്ക് വരണമേ, എല്ലാ ജനപദങ്ങളിലേക്കും വരണമേ, എല്ലാ ജനപദങ്ങളിലേക്കും വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് വരെ കർത്താവ് തന്ന എല്ലാ നന്മകളെ ഓർത്ത്, കർത്താവിന്റെ വിശ്വസ്തതയാർന്ന പരിപാലനയെ ഓർത്ത്, കർത്താവിന്റെ മനസ്സലിവിനെയും കാരുണ്യത്തെയും ഓർത്ത് നമ്മൾ കരഘോഷത്തോടെ എല്ലാം മറന്ന് പാടി 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 ജീവിക്കുന്ന കർത്താവിനെ ആരാധിക്കുക. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ മധ്യേ യേശുവിൻ്റെ സാന്നിധ്യം, സർവാധിപനും സർവശക്തനുമായ കർത്താവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞ എല്ലാ ദൈവമക്കളും ഒരുമിച്ച് കരമടിച്ച് ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിനേ. ആമേൻ ആമേൻ കർത്താവേ, ഞങ്ങൾക്കല്ല ഗ്ലോറി ഗ്ലോറി ജീസസ്. മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ. ആമേൻ ആമേൻ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വചനത്തിൽ ഉറപ്പിക്കണമേ, ഉറപ്പിക്കണമേ. അയോഗ്യദാസരം ഞങ്ങൾ, ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മുഴുവൻ നമ്മുടെ കർത്താവിനെ. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ, എല്ലാ മഹത്വത്തിനും അർഹൻ. കരമടിച്ച് മഹത്വം മഹത്വം യേശുവിനെ. ആമേൻ. ഗ്ലോറി ഗ്ലോറി ലോർഡ്. എല്ലാ
യേശുവിന് എല്ലാ മഹത്വം എല്ലാ മഹത്വം യേശുവിന് മഹത്വം മഹത്വം യേശുവിനെ മഹത്വം മഹത്വം യേശുവിന് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിനെ വലിയ ബോധ്യത്തോടെ ഏറ്റുപറഞ്ഞ് ഉറക്കെ ഏറ്റുപറഞ്ഞ് എല്ലാ മഹത്വം കർത്താവിന് കൊടുത്ത് നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് സർവശക്തനാണ്, നമ്മുടെ കർത്താവ് സർവാധിപനാണ്, നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്, നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, തന്റെ വചനങ്ങളോട് ഉടമ്പടി പുലർത്തുന്നവനാണ്, നമ്മെ കരുതുന്നവനാണ്, സ്നേഹിക്കുന്നവനാണ്. കരങ്ങൾ ഉയർത്തി ഇടിമുഴക്ക ശക്തിയോട് ഉണർവോടെ ഹൃദയം തുറന്ന് നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ തരണമേ, കൃപ പകരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ വർഷം ഉണ്ടാകട്ടെ, ഓരോ വ്യക്തി ആത്മാവിൽ നിറയട്ടെ, ഓരോ കുടുംബം പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ദേശാന്തരങ്ങളിൽ ആത്മാവിന്റെ തീ പടരട്ടെ, ലോകരാജ്യങ്ങളിൽ ആത്മശക്തി വ്യാപരിക്കട്ടെ, ഭൂഖണ്ഡങ്ങളിലേക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഇടിമിന്നൽ പോലെ പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ജനകോടികൾ അഭിഷേകം ചെയ്യണമേ, ജനകോടികൾ അഭിഷേകം ചെയ്യണമേ. പാപത്തിന്റെ, ലോകത്തിന്റെ, ജഡത്തിന്റെ എല്ലാ വ്യാപാര ബന്ധനങ്ങളിൽ നിന്നും ഓരാത്മാവിനെ പരിശുദ്ധാത്മാവെ വിമോചിപ്പിക്കണമേ. അസംഖ്യം ആത്മാക്കൾക്ക് മാനസാന്തരത്തിന്റെ കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. സ്നേഹത്തോടൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിച്ചേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ് വരണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണമേ, ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്, അനോയിന്റ് us, അനോയിന്റ് us. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാ മഹത്വവും കർത്താവിനു മാത്രം, കർത്താവിനു മാത്രം, കർത്താവിനു മാത്രം. താങ്ക് യു ജീസസ്. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളേവരെയും സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം ഏകണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിൽ ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന, വളർത്തുന്നത് മനുഷ്യരല്ല ദൈവമാണ്. വളർത്തുന്നത് മനുഷ്യരല്ല ദൈവമായ കർത്താവാണ്. ഇത് വലിയൊരു വെളിപാടാണ് പ്രിയപ്പെട്ടവരെ. നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനദൂതന് വലിയ പ്രാധാന്യതയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളും പ്രതിസന്ധികളും വേദനകളും നൊമ്പരങ്ങളും കഷ്ടതകളെല്ലാം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നൊരു ചിന്തയാണ്, എന്തുകൊണ്ട് ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു? ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിച്ച് കർത്താവിനെ ആവുന്ന വിധത്തിലെല്ലാം സ്നേഹിച്ച് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഞെരുക്കങ്ങളും കഠോരമായ സഹനങ്ങളും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ്, കർത്താവ് അറിയാതെയും അനുവദിക്കാതെയും നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അത് സഹനങ്ങളാകട്ടെ, വേദനകളാകട്ടെ, ഞെരുക്കങ്ങളാകട്ടെ, കഠിനമായ നഷ്ടങ്ങളും പരാജയങ്ങളും നന്മകളും അനുഗ്രഹങ്ങളും എന്തുമാവട്ടെ, ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം
6ഉം 7ഉം തിരുവചനങ്ങൾ. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ അറിയിക്കുന്നത്? പൗലോസ്ലീഹ ഹൃദയം തുറന്ന് സഭാമക്കളോട് പറയാ, ഞാൻ നട്ടു. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ പല സഭകളും പൗലോസ് സ്ഥാപിച്ചു. അനേകം വിശ്വാസികളെ കർത്താവിൽ ജനിപ്പിച്ചു. ഞാൻ യേശു ക്രിസ്തുവിൽ നട്ടു, എന്നാൽ അപ്പോളോസ് നനച്ചു. വളർത്തിയത് പൗലോസ്, അപ്പോളോസ് അല്ല, ദൈവമായ കർത്താവാണ്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരു വലിയ റെവലേഷൻ, വെളിപാട് നമുക്ക് തരികയാണ്. നടുന്നവനോ നനയ്ക്കുന്നവനല്ല പ്രാധാന്യം, വളർത്തുന്നവനായ ദൈവത്തിന് എത്രേ പ്രാധാന്യം. ഹല്ലേലൂയ. അപ്പൊ ദൈവമാണ് നമ്മെ വളർത്തുന്നത്, ഒരു മനുഷ്യനുമല്ല. ദൈവമാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏതൊരു ആത്മീയ മുന്നേറ്റത്തിൻ്റെയും, അത് വ്യക്തിയാവട്ടെ, കുടുംബമാകട്ടെ, കർത്താവിൻ്റെ മിനിസ്ട്രികളാകട്ടെ, ധ്യാന കേന്ദ്രങ്ങളാകട്ടെ, ആത്മീയ പ്രസ്ഥാനങ്ങളാകട്ടെ, സഭയുടെ സംവിധാനങ്ങളും കൂട്ടായ്മകളുമാകട്ടെ, ഇതിനെയെല്ലാം വളർച്ചയുടെ പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളാണ് ഇതിനെയെല്ലാം പുറകിൽ പ്രവർത്തിക്കുന്നത്, അല്ലാതെ മനുഷ്യകരങ്ങളല്ല. മനുഷ്യരാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ ആ വളർച്ച താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. ലോക ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ കാണാം. മനുഷ്യൻ വളർത്തിയത്, മനുഷ്യൻ പടുത്തുയർത്തിയതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നശിച്ചേ തകർന്നു പോകും. ദൈവം സ്ഥാപിച്ചത്, ദൈവം വളർത്തുന്നത്, ദൈവത്തിൻ്റെ മുദ്രയുള്ള ഒന്നും നശിച്ച്. അതിന് ഏറ്റവും വലിയ തെളിവാണ് കർത്താവിൻ്റെ സഭ, തിരുസഭ. എന്തൊക്കെ പ്രതിസന്ധികളുടെ തിരമാലകൾ ആഞ്ഞടിച്ച് സഭയുടെ മേലെ. സഭാചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം താനെ വർദ്ധിക്കും. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ തിരുസഭ കടന്നുപോയി. അനേകം സഭയെ താറുമാറാക്കുന്ന വിധത്തിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുടെ കാറ്റ് ആഞ്ഞടിച്ചു. ഇതിന്റെ നടുവിലും സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവ് വിശ്വസ്തയോടെ തന്റെ സഭയെ മുന്നോട്ട് നയിച്ചു. ഹല്ലേലൂയ. സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും എന്തൊക്കെ സഭയെ തകർക്കുവാൻ ആരൊക്കെ നോക്കി, ഒന്നെങ്കിൽ അവരൊക്കെ തകർന്നു പോയി, അല്ലെങ്കിൽ അവരെല്ലാം ഒരു നാളിൽ ഈ സഭയുടെ വിശ്വസ്തരായ പ്രേക്ഷിതരായി പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തി. എത്രയോ സംഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളർത്തുന്ന, കർത്താവിൻ്റെ കരമുള്ള, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള യാതൊന്നിനെയും ഇല്ലാതാക്കാൻ, തകർക്കാൻ ഒരു തിന്മയ്ക്കും സാധ്യമല്ല. ഒരു മനുഷ്യനും, ഒരു ഗവൺമെന്റിനും, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു സിസ്റ്റത്തിനും അത് പറ്റത്തില്ല. ദൈവമായ കർത്താവ് വിചാരിക്കും. 73 സങ്കീർത്തനം 5 വചനത്തിൽ മനോഹരമായൊരു വചനമാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്നോ, തെക്ക് നിന്ന് വടക്ക് നിന്നോ, മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത്. ഒരുവനെ വളർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമായ കർത്താവാണ്. ദൈവമാണ് വളർത്തുന്നത്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാം വചനത്തിൽ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? നിങ്ങൾ ഒന്നിനെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട, ആകുലപ്പെടേണ്ട. ചിലരെങ്കിലും പറയാറുണ്ട്, എനിക്ക് വളരാൻ പറ്റിയില്ല, എനിക്ക് ഉയരാൻ പറ്റിയില്ല, എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ല. പലപ്പോഴും പല മിനിസ്ട്രികളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, ആത്മീയ ശുശ്രൂഷകളിൽ, അല്ലെങ്കിൽ ഭൗതികമായ ജോലി സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന അനേകരുടെ പരാതി ഇതാണ്: എൻ്റെ കഴിവിനനുസരിച്ച്, എൻ്റെ പഠിപ്പിനനുസരിച്ച്, എൻ്റെ യോഗ്യതയ്ക്കനുസരിച്ച് എനിക്ക് വളരാൻ പറ്റിയില്ല, എനിക്ക് ഉയരാൻ പറ്റിയില്ല, എനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടു, എന്നെ ചവിട്ടിത്താഴ്ത്തി. എൻ്റെ സഹോദരങ്ങളെ, ജീവനുള്ള വചനം പറയാണ്, നീ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലാണോ? നീ ദൈവത്തോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനും മകളുമാണോ?
കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ശുദ്ധാത്മാവാണോ നീ, നിശ്ചയമായും സ്വർഗം നിന്നെ മാനിച്ചുയർത്തിയിരിക്കും. ഒരു സംശയം വേണ്ട. അങ്ങനെ ഉയർത്തുന്നൊരു ദിവസം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. അത് ആത്മീയമായും ഭൗതികമായും. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം. താഴ്മയോടെ നിൽക്കണം. ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളയ്ക്കുന്ന തകരകളല്ല നമ്മൾ. ചില മഴക്കാലം വരുമ്പോൾ നമ്മൾ കണ്ടിട്ട് ചില റോഡരികിൽ പെട്ടെന്ന് ചില ചെടികൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കും. അതിനധികം ആയുസില്ല. ഇതുപോലെ വിളിക്കപ്പെട്ടവരല്ല നമ്മള്. ദൈവം അടിസ്ഥാനമിട്ട, ദൈവം സംവിധാനം ചെയ്ത, ദൈവം നിർമ്മിക്കുന്നതായ യാതൊന്നിനെയും ഇല്ലാതാക്കാൻ ആർക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ടുണ്ട്. താഴ്മയോടെ നിൽക്കണം. സഹനം വരും, ഞെരുക്കം വരും, അപവാദങ്ങൾ കേൾക്കേണ്ടി വരും, ഒരുപാട് മാനസികമായി മുറിവേൽക്കും. മനസ്സും അടുത്തു പോകുന്ന വിധത്തിൽ ചില അപവാദ അപഖ്യാതികളും പരദൂഷണങ്ങളും കേട്ട് നിന്റെ മാനസികമായ നില തെറ്റുന്ന വിധത്തിൽ കഠോരമായ സഹനങ്ങൾ ഉണ്ടാകും. ഈ സമയത്തും എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ലെങ്കിൽ പോലും താഴ്മയോടെ കർത്താവിന്റെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുക. താഴ്മയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. കർത്താവിനോട് വിശ്വസ്തപ്പെട്ട് നിൽക്കുക. കൂടെ നിൽക്കുന്നവരെല്ലാം പഴി പറഞ്ഞ്, അപവാദം പറഞ്ഞ്, നിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ ഒറ്റപ്പെടുത്തുമ്പോഴും മാറിപ്പോകാത്ത വിശ്വസ്തരായ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ ഒരു ഉറപ്പാണ് നമ്മുടെ പവർ. ജീസസ്, ഈ ഒരു ഉറപ്പാണ് നമ്മുടെ കരുത്ത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ സഹോദര സഹോദരി, നീ പലപ്പോഴും ഈ അവസ്ഥയിലല്ലേ? എന്തോരം പഴി കേട്ടു, എന്തോരം അപവാദങ്ങൾ നീ കേട്ടു, എന്തോരം പരദൂഷണത്തിന് നീ ഇരയായിട്ട് മാറി. മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കരടായി, മറ്റുള്ളവരുടെ മുൻപിൽ നീ പലപ്പോഴും ഒരു സംശയമായി മാറി. എത്രയോ സംഭവങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരുപാട് പേര് ഇത്തരത്തിൽ കടന്നു പോകുന്നവരാണ്. അസ്വസ്ഥരാകേണ്ട. താഴ്മയോടെ, പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ നമ്മൾ താഴ്മയോടെ നിന്ന് വളർത്തുന്നൊരു ദിവസം കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഉയർത്തുന്നൊരു ദിവസം കർത്താവിന്റെ കൈകളിലുണ്ട്. തക്ക സമയത്ത് കൈറോസ്, ദൈവം ഇടപെടുന്ന സമയം ദൈവം നമ്മളെ വളർത്തും. ദൈവമക്കളെ, എബ്രായ പുസ്തകം 11:10 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. ദൈവം അടിസ്ഥാനമിട്ടതും ദൈവം നിർമ്മിച്ചതും ദൈവം സംവിധാനം ചെയ്തിരിക്കുന്നതുമായ 3 കാര്യങ്ങളെ പറയുന്നു. 1, ദൈവം സംവിധാനം ചെയ്തിരിക്കുന്ന. 2, ദൈവം നിർമ്മിച്ചിരിക്കുന്ന. 3, ദൈവം അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന. അത് വ്യക്തിയാകാം, കുടുംബമാകാം, മിനിസ്ട്രികളാകാം, ശുശ്രൂഷ കേന്ദ്രങ്ങളാകാം, ആത്മീയ മുന്നേറ്റങ്ങളാകാം. ഇതിനെ ഒന്നും തകർക്കാൻ ആർക്കും സാധിക്കില്ല. എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെ ധ്യാന കേന്ദ്രങ്ങൾക്കെതിരെ, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്ന അഭിഷിക്ത വന്യവൈദികർക്കെതിരെ, ആത്മായ ശുശ്രൂഷകർക്കെതിരെ, പല ബഹുമാനപ്പെട്ട സമർപ്പിതർക്കെതിരെ പിശാച് അപവാദത്തിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടപ്പോഴും ഇതിൻ്റെ നടുവിലൊന്നും അവർ തലകുത്തി വീണില്ല ദൈവമക്കളെ. കാരണം എന്താ? കർത്താവിൻ്റെ മുദ്രയുണ്ട് അവരുടെ മേൽ. അവരെ വളർത്തുന്നത് ദൈവമായ കർത്താവാണ്. അവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കുറച്ച് കഴിയുമ്പോൾ ലോകത്തിന് അത് ബോധ്യപ്പെടും. ഇതാണ് ഇവിടെ വചനം പറയുന്നത്. അതിനെ തകർക്കാൻ പറ്റത്തില്ല. ശാലോം ബെന്നിസാറ് എന്തൊക്കെ കേട്ടിട്ടുണ്ട്. പ്രലോഭനങ്ങളെ വിടായി എന്നുള്ള പുസ്തകം വായിക്കണം. ഞാനത് പല പ്രാവശ്യം ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുക. കാരണം അതുപോലെ ചില ഞെരുക്കങ്ങൾ വരുമ്പോഴും, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും, പലപ്പോഴും നമ്മൾക്ക് മാനസികമായ ചില നൊമ്പരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, നമുക്ക് മുന്നമേ ഈ അനുഭവങ്ങളിൽ കടന്നുപോയവരുടെ ജീവിതാനുഭവങ്ങളും വിശ്വാസ പരിശോധനകളുടെ ചില അനുഭവങ്ങൾ നമ്മെ ഒരുപാട് ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഇപ്പോഴും എന്തൊക്കെ അനുഭവിക്കുന്നു. ഇത് വെന്നിസാന്റെ മാത്രം അനുഭവമല്ല. എത്രയെത്ര ശുശ്രൂഷകരെ, ബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ, ഡൊമിനിക് വാളമനച്ചൻ, ഡാനിയലച്ചൻ, ഇതുപോലുള്ള പല വന്യവൈദികരും ദൈവമക്കളെ,
പക്ഷെ ഇതിൻ്റെയൊക്കെ നടുവിൽ ദൈവം പരിപാലിക്കുക. എത്രയോ ആത്മായ ശുശ്രൂഷകർ. ഞാനിത് പറയുന്നത്, വളർത്തുന്ന കർത്താവിലേക്ക് എപ്പോഴും നമ്മൾ നോക്കണം. നമ്മൾ വിശ്വസ്തയോടെ കൈപ്പിടിച്ച് നടത്തുന്നവരിലേക്ക്, അല്ലാതെ കൂടെ നിൽക്കുന്നവരിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. ലോകം കൈയടിക്കും. നമ്മൾ ക്രൗഡ് സെന്റേഡ് ആകരുത്. ജനക്കൂട്ടത്തിൻ്റെ ഒരു ആകർഷമല്ല. കർത്താവിനോട് നമ്മൾ ജീസസ് സെന്റേഡായിട്ട് മാറണം. നമ്മൾ ജനത്തെ നോക്കി മുന്നോട്ട് പോയാൽ ഉറപ്പാണ് നമുക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. പല അനുഭവങ്ങളും എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുണ്ട്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. വളർത്തുന്നത് മനുഷ്യരല്ല. നമ്മുടെ ധാരണ എന്താണെന്നറിയോ? ആ വ്യക്തി ഒന്ന് പ്രസാദിപ്പിച്ചില്ലെങ്കിൽ, ആ വ്യക്തി ഒന്ന് സുഖിപ്പിച്ചില്ലെങ്കിൽ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് ചക്രവർത്തമാനം പറഞ്ഞില്ലെങ്കിൽ, മുഖസ്തുതിയുടെ വാക്ക് പറഞ്ഞില്ലെങ്കിൽ, എൻ്റെ അവസരം നഷ്ടപ്പെട്ടാലോ, എൻ്റെ വളർച്ച തടസ്സപ്പെട്ടാലോ, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കേണ്ട ചില നന്മകൾ അതില്ലാതെ പോയാലോ എന്നൊക്കെ ചിന്തിച്ച ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അനിശ്ചിതാവസ്ഥയിലാണ് പലരും പല വ്യക്തികളെ പ്രസാദിപ്പിക്കാൻ, അവിടെ കയ്യടിക്ക് വേണ്ടി അവരെക്കുറിച്ച് നന്മ പറഞ്ഞ് അവരെക്കുറിച്ച് പലതും ഈ ചക്രവർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുന്നത്. കാരണം എന്താ? അവരാണ് നമുക്ക് അവസരം തന്നെ വളർത്തുന്നതെന്ന്. അല്ല പ്രിയപ്പെട്ടവരെ, ഇവർക്ക് വേറെ ഉപകരണങ്ങളല്ലേ ഏത് മനുഷ്യനാണെങ്കിലും. പൗലോസ്ലീഹ ശക്തമായിട്ട് പറയാ, വളർത്തുന്ന ദൈവത്തിനാണ് പ്രാധാന്യം. വളർത്തുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. ഇതൊരു വെളിപാട് പോലെ നമ്മുടെ ആത്മാവിൽ കത്തണം. ഒരു വെളിപാട് പോലെ നമ്മുടെ ആത്മാവിൽ ഇത് പ്രകാശിക്കണം. അപ്പോൾ മനുഷ്യരെ ചാരി നിൽക്കത്തില്ല. മാറിപ്പോകാത്ത കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് അവനോട് ചേർന്ന് നിൽക്കുവാൻ എപ്പോഴും നമ്മൾ പരിശ്രമിക്കും. പലപ്പോഴൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ മാനസികമായി തകർന്ന് കരയുന്ന എത്രയോ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലില്ലേ? ആർക്കാ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ സങ്കടം ആർക്കാ? കൂടെ നിൽക്കുന്നവർക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പലരോടും പറയാനും പറ്റത്തില്ല. ഇത് മനസ്സിലാക്കാനും ഇതറിയാനും നമ്മെ ആശ്വസിപ്പിക്കാനും നമ്മുടെ കർത്താവിന് മാത്രമേ സാധിക്കൂ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എപ്പോഴും കർത്താവിനെ നോക്കണം, കർത്താവിനെ മാത്രം ആശ്രയിക്കണം, അവിടത്തോട് മാത്രം ചേർന്ന് നിൽക്കണം. ആ ചേർന്ന് നിൽക്കുന്നതിലൂടെ മറ്റുള്ളവരിലേക്ക് നമ്മൾ കരം കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യണം. കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ കെണികളായിട്ട് മാറും, നമുക്ക് വലിയ പ്രശ്നങ്ങളായിട്ടും നമ്മുടെ നാശത്തിനും തകർച്ചയ്ക്കും അതെല്ലാം കാരണമായി തീരുമെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങൾ അറിയാതെ പോകരുത്. 84-ാം സങ്കീർത്തനം 11-ാം വചനത്തിൽ മനോഹരമായൊരു വചനമാണ്. കർത്താവ് നമ്മുടെ സൂര്യനും പരിചയമാണ്. പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും കർത്താവ് നിഷേധിക്കുകയില്ല. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ വളർച്ച അവർ തടസ്സപ്പെടുത്തി, അവരെന്നെ മുടക്കിക്കളഞ്ഞു, എനിക്ക് കിട്ടേണ്ട അവസരങ്ങൾ, എനിക്ക് കിട്ടേണ്ട നന്മകൾ ഇന്ന വ്യക്തിയെ നശിപ്പിച്ച് കളഞ്ഞത്, ആ വ്യക്തിയാണ് തകർത്ത് കളഞ്ഞത്, അവൻ ഒരുത്തൻ കാരണം ഇന്ന് എൻ്റെ ജീവിതം ഇതുപോലെയായത്, എൻ്റെ കുടുംബം ഇതുപോലെയായത്, എനിക്ക് ഈ ഗതി സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ പഴി പറയാറുണ്ട്. ശരിയെ നമുക്ക് അങ്ങനത്തെ ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക. എന്നാൽ പ്രിയപ്പെട്ടവർ, ഒരു സത്യം മനസ്സിലാക്കണം. ഈ ലോകത്തിലെ 780 കോടി ജനം തലകുത്തി നിന്ന് ദൈവം നമുക്ക് നൽകുന്ന നന്മകളെ തട്ടിപ്പറിക്കാൻ നോക്കിയാലും അത് സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മുടെ അകത്തോട്ട് കയറണം. ഈ ഒരു സത്യം നമ്മുടെ അകത്തോട്ട് കയറണം. പരമാർത്ഥ ഹൃദയത്തോടെ ആരെല്ലാം വിശ്വസ്തയോടെ ജീവിക്കുന്നവോ അവർക്കൊരു നന്മയും മുടങ്ങില്ല, ഒരു നന്മയും നിഷേധിക്കില്ല. ആർക്കത് മുടക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയാം, ചില മുടക്കികൾ ഇല്ല ദൈവമക്കളെ. അവർക്ക് നിന്ന് വട്ടം കറങ്ങി താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിലും നന്മയെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, മനുഷ്യരിൽ നിന്നല്ല. ഒരു നന്മയും നിഷേധിക്കുകയില്ല, ഒരു നന്മയും മുടങ്ങില്ല.
പ്രഭാഷകന്റെ പുസ്തകം 24:31 പറയാ, എൻ്റെ തോട് നദിയായി, എൻ്റെ നദി സമുദ്രമായിട്ട് മാറി. ഒരു ചെറിയ തുടക്കം ദൈവം വളർത്തിയില്ലേ? നമ്മുടെ അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രം, അട്ടപ്പാടി ആ കുന്നിലെ വളരെ ചെറിയ തോതിൽ ആരംഭിച്ചതാ. ഇന്ന് ലോകം മുഴുവൻ വ്യാപിക്കുമാറ് സഹിയോന്റെ ശുശ്രൂഷകൾ, അനോയിന്റിങ് ഫയർ കാത്തലിക് മിനിസ്ട്രീസ് അനേക രാജ്യങ്ങളിലേക്ക് കർത്താവ് വ്യാപിപ്പിച്ചു. ഒരു ചെറിയ അരുവിയായി തുടങ്ങിയതാ, ഒരു വലിയ നദിയായിട്ട് കർത്താവ് അതിനെ മാറ്റി. അണക്കരയിലെ ധ്യാനം, പോട്ട ഡിവൈൻ മിനിസ്ട്രി ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോട്ട പള്ളിയിൽ ആശ്രമത്തിൽ ചെറിയ എളിയൊരു തുടക്കം തുടങ്ങിയതാണ്. പോട്ട ഡിവൈൻ മിനിസ്ട്രിയിലൂടെ ജനലക്ഷങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടി. അനേക രാജ്യങ്ങളിൽ ഇന്ന് ധ്യാന കേന്ദ്രങ്ങളിലാണ്. എത്ര ആൾക്കാർ വചനം കേൾക്കുന്നു പല പല ഭാഷകളിൽ. ഒരു ചെറിയ അരുവി സമുദ്രമായിട്ട് മാറുക. ആരാ വളർത്തിയത്? മനുഷ്യരാണോ? ദൈവമാ. ദൈവമക്കളെ, അതിനുവേണ്ടി ദൈവം ചിലരെ തെരഞ്ഞെടുത്തു, ചിലരെ നിയോഗിച്ചു. വളർത്തുന്നത് ദൈവമാണ്. ഈ ചിന്ത എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അന്നു മുതൽ നമ്മൾ താഴോട്ട് പോരാൻ തുടങ്ങി. അന്നു മുതൽ താഴോട്ട് പോരാൻ തുടങ്ങി. ചില മനുഷ്യരാണ്, ചില സംവിധാനങ്ങളാണ്, നമ്മുടെ പ്രൊഫഷണലിസമാണ്, നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ ടെക്നോളജിയാണ് നമ്മളെ വളർത്തുന്നത്, വളർത്തിയതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് അധപതനത്തിനുള്ള ആദ്യ സ്റ്റെപ്പ്. പറയപ്പെട്ടവരെ, ടെക്നോളജിയും നമ്മുടെ സിസ്റ്റവും വ്യക്തികളും അഡ്മിനിസ്ട്രേഷനും ഇതൊക്കെ വേണം നമുക്ക്. പക്ഷേ ഇതൊന്നുമല്ല നമ്മളെ വളർത്തുന്നത് ദൈവമാണ്. ഇതൊക്കെ ദൈവം വയ്ക്കുന്ന ചില സംവിധാനങ്ങളാണ്, വളർത്തുന്നത് ദൈവമാണ്. അതുകൊണ്ട് ആശ്രയത്വം ടെക്നോളജിയിലല്ല, ആശ്രയത്വം പ്രൊഫഷണലിസത്തിലല്ല, ആശ്രയത്വം വ്യക്തികളിലല്ല, ആശ്രയത്വം അഡ്മിനിസ്ട്രേഷനിലല്ല, ആശ്രയത്വം ഇതെല്ലാം ദാനമായി തന്ന ദൈവമായ കർത്താവിൽ മാത്രമായിരിക്കണം. എൻ്റെ സഹോദര സഹോദരി, എൻ്റെയും നിന്റെയും ആശ്രയത്വം. വളർത്തുന്നത് മനുഷ്യരല്ല, ദൈവമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാവീദിന്റെ ജീവിതത്തിലെ സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 16:12 പറയാണ്, ദാവീദിനെ അഭിഷേകം ചെയ്തു, രാജാവായിട്ട് അഭിഷേകം ചെയ്യാണ്. ഒരു ചെറിയ പയ്യൻ, വെറും ഒരു ഇടയ ചെറുക്കനായിരുന്നു. 1 സാമുവേൽ 18:5 വരുമ്പോൾ ഇതാ സാവൂൾ രാജാവ് ദാവീദിന്റെ മേൽ വ്യാപരിച്ച ദൈവത്തിന്റെ പ്രവർത്തനം കണ്ട് തൻ്റെ പടത്തലവനാക്കി ദാവീദിനെ മാറ്റുകയാണ്. പടത്തലവനായി. വീണ്ടും 1 സാമുവേൽ 18:13 വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പടത്തലവനിൽ നിന്ന് ഇത് ദൈവം വീണ്ടും വളർത്തുകയാണ്. രാജാവായ സാവൂള് ദാവീദിനെ ഒരു സഹസ്രാധിപനായിട്ട് നിയമിക്കുകയാണ്. പിന്നീട് നമുക്ക് വചനത്തിൽ കാണാൻ പറ്റും, യൂദാദേശത്തിന്റെ രാജാവായി ദാവീദ് മാറുകയാണ്. അവസാനം എന്താ? ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി ദാവീദ് അവരോധിക്കപ്പെടുകയാണ്. ആട്ടിടനിൽ നിന്ന് കേട്ടോ ആ പടിപടിയായിട്ടുള്ള വളർച്ച കണ്ട ദൈവമക്കളെ, ഇതുപോലെ ദൈവം നമ്മളൊക്കെ വളർത്തുന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ കണ്ണ്, വളർത്തുന്ന ദൈവത്തിലായിരിക്കണം നമ്മുടെ ആശ്രയത്വം, വളർത്തുന്ന ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ശരണവും ഹൃദയവും മനസ്സും എല്ലാം 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 എല്ലാം. അങ്ങനെയാണെങ്കിൽ ഏത് പ്രതിസന്ധിയിലും കഷ്ടതയിലും നമുക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കർത്താവ് വിശ്വസ്തയോടെ എല്ലാം നോക്കിക്കൊള്ളും, പരിപാലിച്ചുകൊള്ളും. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെ, നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം